ഇതിപ്പോൾ എങ്ങണ്ടാ ഈ പോക്കെന്ന് വിചാരിക്കുന്നുണ്ടാവും. അന്നദാനത്തിന് പോവുക കേട്ടോ, ഗുരുവായൂരാണ് ഉള്ളത്. അപ്പം പുലർച്ചെ 2 മണിക്ക് ക്യൂ നിന്നിട്ട് ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾക്ക് തൊഴാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് കഴിച്ച് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ സമാധാനമായിട്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടി ക്യൂ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച് വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടോ കുട്ടികളെ ഇറങ്ങിയിട്ട് കുട്ടികൾ പോണ കണ്ടോ, താറാക്കൂട്ടം പോണ പോലെ ഗിലുഗിലുഗിലൂന്നും പറഞ്ഞാൽ പോണത്. അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ ഏകദേശം കയറാറായ സമയത്ത് ഞാനും ലെറ്റർ മാത്രം ഔട്ടായിരിക്കുകയാണ് ഗേസ്. ബാക്കിയുള്ളവരെല്ലാവരും കയറി. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ട്രിപ്പിലായിരിക്കും. അടുത്ത ട്രിപ്പിൽ ആദ്യമാവുമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാട്ടോ നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ കുറച്ച് നേരം വെള്ളം കുടിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡഡ് അല്ലാത്തത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ പോരുകയാണ്, തിരിച്ച് പോരുക കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കുടുവിന് എന്തോ സ്ലൈം എന്തോ വേണമെന്ന് പറഞ്ഞ് കയറിയപ്പോൾ ഏട്ടൻ അവിടെ കമ്മൽ കണ്ടപ്പോൾ അവിടെ കമിഴ്ന്നടിച്ച് വീണ്. കമ്മൽ കണ്ടാൽ പിന്നെ ആളുടെ കാര്യം പോക്കാം. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ ഇഷ്ടംപോലെ കമ്മൽ പുറത്ത് വെച്ച് നിൽക്കുന്നത്. ജാങ്കോ ഞാൻ പെട്ടു എന്ന് പറഞ്ഞ പോലെ പിന്നെ അവിടെ നിന്നു. 1-2 വാങ്ങിച്ചു തന്നു. അത് കഴിഞ്ഞ് നമ്മളിതാ നേരെ തിരിച്ച് പോരുകയാണ്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നമുക്ക് 3:30 ട്രെയിൻ എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അത് പുലർച്ചെ 3:30 ഗേസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ട്രെയിൻ 1:30 ആയപ്പോഴേക്കും പോയി. ഇതിപ്പോൾ 1:30 കേട്ടോ സമയം. കറക്റ്റ് 1:35-40 ആയപ്പോഴാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഒരു 5 മിനിറ്റ് മുമ്പ് ട്രെയിൻ പോയി എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ പറഞ്ഞു. പിന്നെ നേരെ ഞങ്ങൾ KSRTC സ്റ്റാൻഡിൽ പോയിട്ട് പറവൂർക്ക് KSRTC കയറി. പിന്നെ പറവൂരിൽ നിന്ന് മാറി കയറി. അങ്ങനെയാണ് ഞങ്ങൾ ഇത്തവണ വീട്ടിലെത്തിയത്. എന്തായാലും ഇങ്ങനെയൊക്കെ അബദ്ധം പറ്റിയവരുണ്ടോ ട്രെയിനിൻ്റെ ഒക്കെ സമയം നോക്കിയിട്ട്? ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം കേട്ടോ.